അവസാനം ദുആ ചെയ്യുന്ന സമയമായപ്പോ ഞാൻ പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യ്, നിന്റെ വാപ്പ ഒരുപാട് സന്തോഷിക്കും. നിന്നെ പഠിപ്പിച്ചത് നിന്റെ വാപ്പയാണല്ലോ, അവൻ ഖുർആൻ ഹാഫിദ് ആവാൻ വേണ്ടി പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു, നീ ദുആ ചെയ്യ്, നീ ദുആ ചെയ്താൽ നിന്റെ ഉപ്പ വല്ലാതെ സന്തോഷിക്കും, നീ ദുആ ചെയ്യ. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യ്. അവസാനം എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ ഖബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യ്. ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ലാഹുവേ, ഈ ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ പൊന്നുമോനെ കരഞ്ഞ് തറയണം. പാപ്പാന്റെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പോ ഈ 12 വയസ്സുകാരൻ കരഞ്ഞ മീസാങ്കല്ലിന്റെ മുകളിൽ വാപ്പയുടെ ഖബറിന്റെ മുകളിലേക്ക് തളർന്നു വീണുപോയി. അല്ലാഹു നമുക്ക് അതുപോലെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണം. നമ്മുടെ മക്കൾ ദുആ ചെയ്യും, നമ്മുടെ മക്കൾ ദുആ ചെയ്യും. പറയാൻ കഴിയും, നിങ്ങൾ നിങ്ങളുടെ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യും. സ്വന്തം ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നിങ്ങളുടെ ഉപ്പയ്ക്ക് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം? ആരുണ്ട് ഉപ്പ? സമയമില്ല, എല്ലാവർക്കും തിരക്ക്, എല്ലാവർക്കും തിരക്ക്. ആർക്കും നിന്റെ ഉമ്മയും ഉപ്പയും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരാളുടെ മുന്നിലും തെണ്ടിയിട്ടല്ല നമ്മളെ വളർത്തി, അറിയോ? ഒരാളുടെ മുന്നിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഇന്ന് വരെ ഒരാളുടെ മുന്നിലും പോയിട്ട് കൈ നീട്ടി യാചിച്ചിട്ടല്ല നമ്മളെ വളർത്തിയെ. അങ്ങനെ വളർത്തിയ നിന്റെ ഉപ്പാടെ ഉമ്മാടെ നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? എല്ലാരെയും ഞാൻ കുറ്റം പറയില്ല. നമ്മളിൽ നമ്മുടെ ചിലരുടെ മാതാപിതാക്കള് കബറി കിടന്നിട്ട് തെണ്ടുക, അല്ലാ ഈ ലോകത്ത് ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ അല്ലാ. പാവങ്ങൾ കബറി കിടന്നിട്ട് യാചിക്ക, റബ്ബേ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഉമ്മാനെ ഉപ്പാനെ യാചിപ്പിച്ച അല്ലാഹു ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും, ഒരു താക്കീത് പോലെ. സ്വന്തം ഉമ്മാനെ ഉപ്പാനെ വേദനിപ്പിച്ച വല്ലാഹി അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. 3 തെറ്റ് ചെയ്യുന്നവന് മരിക്കുന്നതിന് മുമ്പേ ശിക്ഷയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ അല്ലാഹു ഒരിക്കലും വെറുതെ വിടൂല. കാരണം നമ്മുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് പറയും, എന്തിനാ അല്ലാ ഇങ്ങനെ ഒരുത്തൻ എനിക്ക് തന്നെ? നമ്മളെ ശപിക്കും നമ്മുടെ ഉമ്മ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മരിച്ചവരെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ മുഴുവൻ ആരും അറിയുന്നില്ല എന്ന് നീ കരുതല്ലേ. നിന്റെ വാപ്പയും ഉമ്മയും എല്ലാം അറിയുന്നുണ്ട്, നിന്റെ വാപ്പയും ഉമ്മയും എല്ലാം അറിയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത എല്ലാ നന്മയും തിന്മയും വെള്ളിയാഴ്ച ഖബറിൽ ചെന്നിട്ട് മലക്കുകൾ വായിച്ചു കേൾപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവനും ഖബറി വായിച്ചു കൊടുക്കുമ്പോ നമ്മുടെ വാപ്പയും ഉമ്മയും, അല്ലാ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ, അല്ലാ എനിക്കിതുപോലെ